ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യാനല്ല, 1000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യം പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കാട്ടിലെ അമ്മ പൊന്നണിഞ്ഞ് അടുക്കളയ്ക്കുള്ളിൽ കുഞ്ഞി വീച്ചെന്നടുപ്പ് തീയൂതി കണ്ണു രണ്ടും നിറഞ്ഞു. ഒരാൾക്ക് 2 തലക്കെട്ട്. എന്തെന്നാ ഒരാൾക്ക് 2 തലക്കെട്ട്. മനസ്സ് പലതരം. ഇപ്പോൾ ചിന്തിക്കാനുള്ള വഴിയില്ല. മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശാന്തമ്മ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്ന് കുക്കിംഗ് വീഡിയോ ചെയ്യാനല്ല, നന്ദി പറയാനാണ്. യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ഇനിയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യം പ്രതീക്ഷിച്ചതല്ല. എല്ലാവരും പറയുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണോ എന്നെങ്കിലേ കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് താമസിച്ചു പോയി. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറേൻ്റെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഒരു പ്രയാസമെല്ലാം ഉണ്ടാകും. ഇപ്പം കുറഞ്ഞ് വരുന്നുണ്ട്. ഇത്രയും നല്ല ഇതിൽ എത്തിയതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നന്ദി. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. കുറച്ച് വൈകിപ്പോയി. പിന്നെ പലഹാരവും അതും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഇടലുണ്ട്. വിഷുവിനും കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം ഇട്ടത് അതും നല്ലതായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി ഉണ്ട്. പിന്നെ ഒരു തോരനായിട്ട് അത് ഇട്ടിട്ടുണ്ട്. എളുപ്പം കഴിയുന്ന എല്ലാം എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ട് ആയതുകൊണ്ട് എനിക്കൊരു മടുപ്പായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തരാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു സന്തോഷം തന്നെ തോന്നുന്നുണ്ട്. എല്ലാവർക്കും നല്ല സ്നേഹം നിറഞ്ഞ നന്ദി. ഇനിയും മുന്നോട്ട് ഇതുപോലെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പറയലുണ്ട് ഇത്രയും പിന്നെ ചെയ്തതിൽ തന്നെ നല്ല ഇതുണ്ട്, നന്നായി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഞാൻ നന്നായി നിങ്ങളെ മുന്നിലേക്ക് വരും. ഞാൻ വീഡിയോ ചെയ്തതിൽ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ശാന്തി ഇത്രയും നല്ല ഇതിൽ വന്നതിന് നല്ലതുണ്ട്, നന്നായി കൊണ്ട് ചെയ്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും ചെയ്യണം നല്ലതുപോലെ. ഇനി മുന്നോട്ട് ചെയ്തെങ്കിലാ നന്നായി വരും. നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ പാചകത്തിൻ്റെ ഒരു പുര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പാചകം ചെയ്തിട്ടുണ്ട്. ഇത് എവിടുന്നാ ചെയ്ത് എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടും നമുക്ക് നല്ലപോലെ ചെയ്തു തരാൻ ആൾക്കാർ വീഡിയോ മുന്നിൽ വന്നതിനെ കൊണ്ട് ആൾക്കാർ മുന്നിൽ പറയാൻ എനിക്ക് ഒരു എളുപ്പം തോന്നുന്നുണ്ട്. ആദ്യം ഒരു പാകം എന്തായാലും തെറ്റിപ്പോകുന്നല്ലൊരു വിചാരമായിരുന്നു. ഇപ്പം അത്ര തോന്നുന്നില്ല. ഞാനിപ്പോൾ ഒരു കടങ്കഥയായിട്ടാണ് വരുന്നത്. എല്ലാവരും പറയുന്നുണ്ട് കടങ്കഥയാണ് നല്ലതെന്ന്. ഞാൻ കുറേ കടങ്കഥയെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല എളുപ്പമുള്ളതാണ്, ആർക്കും അറിഞ്ഞുകൂടാത്തതാണ്. എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഉത്തരം എന്ന്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആർക്കും അറിഞ്ഞുകൂടാത്തതല്ലാന്ന്. എന്താ വെച്ചാൽ ഇതൊരു നാട്ടറിവും കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി മുന്നോട്ട് വരുന്നത് കടങ്കഥയായിട്ടാണ്. എല്ലാം പിന്നെ പാചക രീതി ആക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പം 2 കടങ്കഥ പറയുക, അതിന് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എന്നാൽ പറയട്ടെ. കാട്ടിലെ അമ്മ പൊന്നണിഞ്ഞ്. അടുത്ത കടങ്കഥ അമ്മ കല്ലിലും മുള്ളിലും മകൾ കല്യാണപ്പന്തലിലും. അതേപോലെ കടങ്കഥയായിട്ടാണ് വരുന്നത്. ഇനിയും കുറേ പറയുന്നുണ്ട്. മണ്ണിനുള്ളിൽ പൊന്നമ്മ. ഇത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്നും കൂടി പറയാ, ഇടയിൽ കുഞ്ഞിമുറം. അതും ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മളെ യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബ് ആയിക്കല്ലേ. അതിൻ്റെ വക സന്തോഷം കൊണ്ട് ഞാനൊരു പാട്ട് പാടട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഉണ്ണിയപ്പം ചുട്ടാരം ഞാൻ പാടിയിരുന്നു. നോക്കുമ്പോൾ മുഴുവൻ പാടി കഴിഞ്ഞിട്ടില്ല. ഇത് ഇത്രയും നല്ലതായിട്ട് വന്നതിൽ സന്തോഷിക്കുന്നു. എല്ലാവരെയും സപ്പോർട്ട് തന്നെ ഉണ്ടാവണം. എന്നാൽ പാടട്ടെ. എന്നാൽ ഞാനൊരു പാട്ട് പാടട്ടെ. ഇതെന്താ വെച്ചാൽ കുടുംബശ്രീയിൽ കുഞ്ഞീവി ശാസ്ത്രീയ സംഘത്തിലേക്ക് കഷ്ടപ്പാടുള്ള അല്ലേ, പണിയൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ശാസ്ത്രീയ സംഘത്തിലേക്ക് വന്നത്. അന്നേരം എല്ലാവർക്കും ഈ കുടുംബശ്രീയിലേക്ക് വന്നേരം നല്ല അഭിപ്രായവും നല്ല വരുമാനവും എല്ലാം കൊണ്ടും നല്ലതായി വരുന്നു. ഇപ്പോഴും നല്ലതായി വരുന്നു. ഒരുപാട് മുന്നിലെത്തിക്ക് കുടുംബശ്രീ. വാർഷികവും എല്ലാം ഞങ്ങൾ
നടത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ അധികമൊന്നും പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഒരു പാട്ട് പാടാം, കുഞ്ഞീവിൻ്റെ. അടുക്കളയ്ക്കുള്ളിൽ കുഞ്ഞീവി ചെന്നടുപ്പ് തീയൂതി, കണ്ണു രണ്ടും നിറഞ്ഞു കവിളുകൾ നനഞ്ഞു. അലാക്കിലായല്ലോ റബ്ബേ, അലാക്കിലായല്ലോ. തീപ്പെട്ടി തിരഞ്ഞവർ മുറികളിലോടി, മേപ്പടി കീപ്പടി മുഴുവൻ തലോടി. മൂക്കിൻ്റെ തമ്പത്ത് പല്ലിയൊന്നു ചാടി. അലാക്കിലായല്ലോ റബ്ബേ, അലാക്കിലായല്ലോ. കടുക് തട്ടി മറഞ്ഞല്ലോ, കുവങ്കത്തി പിടിയൊടി കിടക്കുന്നു ചാരെ. ഉലക്കകൾ രണ്ടും കൂടി ഉരുളുന്നു നീളെ. അലാക്കിലായല്ലോ റബ്ബേ. ഇതെല്ലാം അവരുടെ ഭർത്താവ് കണ്ടു നിൽക്കുന്നുണ്ട്. അയാൾക്കിങ്ങനെ സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. അന്നേരമാണ് കുഞ്ഞീവി പറയുന്നത്, സാശ്രയ സംഘത്തിൽ പോയിടുന്നേ, സാശ്രയ സംഘത്തിൽ പോയിടുന്നേ. അങ്ങനെ കുഞ്ഞീവി സാശ്രയ സംഘത്തിലേക്ക് പോയി. 20-22 കൊല്ലമായി സംഘം തുടങ്ങിയിട്ട്. അത് അവിടെ മുതൽക്ക് ഇപ്പം വരെ നല്ല ഇതിലേക്കാണ് ഞങ്ങൾ വന്നത്. ഒരുപാട് കയറ്റത്തിലാണുള്ളത്. എല്ലാവർക്കും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പാട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കന്ന് മുയിപ്പോത്ത് സ്കൂളിൽ നിന്നൊരു മാഷാണ് പാടിത്തന്നത്. അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പാട്ട് ഞങ്ങൾ എഴുതി വെച്ച്. പിന്നെ അത് എങ്ങനെയോ തിരഞ്ഞെടുത്ത് ഞാൻ എപ്പോഴും പാടും. അതാണ് എനിക്കിപ്പോൾ അങ്ങനെ പാടാൻ കഴിഞ്ഞത്. വീട്ടിൽ നിന്ന് ഇതിങ്ങനെ പാടും. അങ്ങനെ ഇല്ലെങ്കിൽ എനിക്കിതിപ്പം പാടിത്തരാനാകില്ല. അത്യാവശ്യം പാട്ടെല്ലാം ഇങ്ങനെ പാടി വെക്കും ഞാൻ. എല്ലാവരും പറയും ശാന്തയുടെ എങ്ങനെയായി മനസ്സിൽ നിർത്തിക്കൊണ്ടുവന്നത് നോക്കാം. അതുകൊണ്ട് നല്ലതാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ വീഡിയോൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരു എന്തെന്നാ എനിക്ക് തന്നെ തിരിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പറയും ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് അതങ്ങ് റെഡിയാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്രയും നല്ല സന്തോഷം തന്നെയാണ് ഉള്ളത്. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ പിന്തുണ ഞാൻ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് എല്ലാവരുടെയും നല്ല മനസ്സും എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിത് മടുപ്പില്ലാണ്ട് ചെയ്യാനായാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. എനിക്കിതിന് മടുപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് പറയുമ്പോൾ ഒരു ആകുന്നില്ല എന്നൊരു തോന്നൽ വന്നു കളി, അതേ ഉള്ളൂ. നന്നാകുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഇത് നന്നാകുന്നില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഇനി മുന്നോട്ട് നല്ലതായി വരുമായിരിക്കും. എന്തായാലും എൻ്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതോടുകൂടി ഞാൻ ഒരു കടങ്കഥയും കൂടിയും പറയുക. കടങ്കഥ നേരത്തെ പറഞ്ഞത് ഉത്തരം പറഞ്ഞിട്ടില്ല, ഞാൻ ഉത്തരം കൂടി പറയാം. ഞാൻ പറയട്ടെ. കാട്ടിലമ്മ പൊന്നണിഞ്ഞു നിൽക്കുന്നു. എന്താ വെച്ചാൽ ഉത്തരം കൊന്നപ്പൂവ്. അടുത്തത് മണ്ണിനടിയിൽ പൊന്നമ്മ, മഞ്ഞൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനിനി അടുത്ത് വരുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരിക. അതുവരെ ഒരുപാട് നന്ദി. ഞാനിനി നിങ്ങളെ മുമ്പിൽ വരിക ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് 1000 സബ്സ്ക്രൈബ് ആയതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ വന്നത്. സന്തോഷം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ആ അമ്മാമ്മ എൻ്റെ സുഹൃത്താ. യൂട്യൂബിൽ ഈ ഫോണിലെല്ലാം യൂട്യൂബിൽ വരുന്നില്ലേ, അങ്ങനെ പലരും എടുക്കുന്നില്ലേ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു കടങ്കഥ അവളോട് പറഞ്ഞു നോക്കട്ടെ, അവൾക്ക് അറിയുമോ നോക്കട്ടെ. ഒരാൾക്ക് 2 തലക്കെട്ട്. എന്തെന്നാ? ഒരാൾക്ക് 2 തലക്കെട്ട്. ആ, ഒരാൾക്ക് 2 തലക്കെട്ട്. മുടി അല്ല, മനസ്സ് പലതരായിപ്പോൾ, ചിന്തിക്കാനുള്ള വഴിയില്ല. എന്തെന്നാ ഉത്തരം? ഒലക്ക.
അപ്പുറം ഇപ്പുറം തലക്കെട്ടല്ലേ എളുപ്പം കഴിയുന്നു. ഇതെല്ലാം ചിന്തിക്കാൻ നേരം വേണ്ടേ? എനിക്ക് നേരമില്ല. കല്യാണത്തേക്ക് എവിടെയോ പോകാനുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കടങ്കഥയും കൂടി ഒന്ന് പറയാൻ പിടിച്ച് നിർത്തിയതാണ്. എന്നാ പറയട്ടെ. ഒരിക്കലും അടിക്കാത്ത മുറ്റം. എന്താണ്? ഒരിക്കലും അടിക്കാത്ത മുറ്റം. അയ്യോ പറയല്ല. ഞാൻ പറയട്ടെ എന്നാല്. പറയട്ടെ. ആകാശം ഒരിക്കലും അടിക്കില്ലാലോ. എന്നെ ഇനി പിടിച്ചേക്കറി, ഞാൻ പോകും. യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ശാന്ത ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ അഭിപ്രായം കമന്റ് എന്ന് വെച്ചാൽ അഭിപ്രായം ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടാനും കുട്ടികൾ പറഞ്ഞു തന്നിട്ട് അതെല്ലാം പറയുന്നത്. ഇതിപ്പം പല മനസ്സിലായിട്ടാണ്. നാളെ അതാണ് നമുക്ക്. അതേ അങ്ങനെ തന്നെയാണ്. ഓർമ്മിക്കാനും ഇപ്പൊ നേരമില്ല. തിരുമ്പാനെല്ലാം ഭാര്യ കല്ലിൻ്റെ എടുത്തോണ്ട് ശരിയാ പോകുമ്പോ സാബുന് ഞാനിപ്പോ മീത്തന്ന് വന്നതാ. എന്നാ മോള് വിട്ട ശാന്തമ്മ കിച്ചന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. എല്ലാ മക്കളും എന്നോട് പറയലുണ്ട്. ഒരു മോൻ പറഞ്ഞേക്ക് എന്തെന്നാ പറഞ്ഞ് പെട്ടെന്നൊരു മോൻ പറയാ സുഖം തന്നെയല്ലേന്ന്. ഞാൻ മക്കളോട് സുഖം തന്നെയല്ലേന്ന് ചോദിക്കുക. എന്നിട്ട് സുഖം തന്നെയല്ലേന്ന് ചെറിയ മോൻ പറയുക. ആ സുഖം തന്നെയാന്ന് ഞാനും പറഞ്ഞു. പോയി എൻ്റെ ഒരു സുഹൃത്തായനും വന്നത്. അവരോട് ഞാൻ ചോദിച്ചാൽ ഇപ്പം 3 എണ്ണം ചോദിച്ചാൽ 3 അവർക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ അഭിപ്രായം പറഞ്ഞു കൊടുത്ത്. എല്ലാം അവൾക്കൊന്നും അറിഞ്ഞുകൂടാത്തതല്ലേ. ആദ്യം അവർക്കെല്ലാം അറിയായിരുന്നു. ഇപ്പം അതെല്ലാം മറന്നുപോയി. ഇതെല്ലാം ഒരു നാട്ടറിവും കൂടിയാണ്. എഴുത്തും വായനയൊന്നും അറിയൊന്നും വേണ്ട. ഈ കടങ്കഥ എല്ലാവരും ഇങ്ങനെ നെല്ല് കൊയ്യുമ്പോൾ ഓല മടയുമ്പോൾ എല്ലാം ഇരിക്കുമ്പോൾ മടുപ്പ് വരുമ്പോൾ ഞാളിങ്ങനെ പറയും ഓരോരോ കടങ്കഥ എല്ലാം പറയലുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഇടുക.